ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് ഡിഫൻസിൽ ഒരു വലിയ പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ഇത്. പല താരങ്ങളും പരിക്കിൻ്റെ പിടിയിലാണ്. എഡർ മിലിറ്റാവോ, ഡേവിഡ് അലാബ, അതുപോലെ തന്നെ ഡാനി കാർവഹൽ തുടങ്ങിയ സുപ്രധാന താരങ്ങൾ പരിക്കിൻ്റെ പിടിയിലാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധ നിരയിലേക്ക് കൂടുതൽ താരങ്ങളെ ഇപ്പോൾ റയലിന് ആവശ്യമുണ്ട്. എന്നാൽ ജനുവരിയിൽ ഒരുപാട് താരങ്ങളെ ഒന്നും കൊണ്ടുവരാൻ റയൽ മാഡ്രിഡ് ഉദ്ദേശിക്കുന്നില്ല. കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ട്രെൻറ്റ് അലക്സാണ്ടർ അർണോൾഡ് റയലിലേക്ക് വന്നേക്കും എന്നുള്ള റൂമറുകൾ ഇപ്പോൾ സജീവമാണ്. ഏതായാലും വരുന്ന സമ്മറിൽ കൂടുതൽ താരങ്ങളെ എത്തിക്കാൻ റയൽ മാഡ്രിഡ് ഉദ്ദേശിക്കുന്നുണ്ട്. ട്രെൻറ്റ് അലക്സാണ്ടർ അർണോൾഡ്, അൽഫോൺസോ ഡേവിസ് എന്നിവരൊക്കെ കൊണ്ടുവരാൻ റയലിന് താല്പര്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല, സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് വില്യം സാലിബയെ കൂടി കൊണ്ടുവരാൻ റയൽ മാഡ്രിഡ് ഉദ്ദേശിക്കുന്നുണ്ട്. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആഴ്സണലിന് വേണ്ടി ഗംഭീര പ്രകടനം നടത്തുന്ന ഫ്രഞ്ച് സൂപ്പർ താരമാണ് വില്യം സാലിബ. അദ്ദേഹത്തിന് വേണ്ടി റെക്കോർഡ് തുക തന്നെ ഓഫർ ചെയ്യാൻ റയൽ മാഡ്രിഡ് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ചുരുങ്ങിയത് 83 മില്യൺ പൗണ്ടെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി റയൽ മാഡ്രിഡ് ചിലവഴിക്കേണ്ടി വരും. അതിനിപ്പോൾ ക്ലബ്ബ് തയ്യാറാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് സംഭവിക്കുകയാണെങ്കിൽ ഫുട്ബോൾ ലോകത്ത് പുതിയ ഒരു റെക്കോർഡ് പിറക്കും. അതായത് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള ഡിഫൻഡർ അത് ഹാരി മഗ്വയർ ആണ്. 2019 80 മില്യൺ പൗണ്ട് ചിലവഴിച്ചുകൊണ്ടായിരുന്നു ഹാരി മഗ്വയറെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കിയിരുന്നത്. ആ ഒരു റെക്കോർഡ് തകർക്കാൻ ഇതുവഴി സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ ആഴ്സണലിൻ്റെ തീരുമാനം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. വില്യം സാലിബയെ കൈവിടാൻ അവർ തയ്യാറാകുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ്. കാരണം ആഴ്സണലിൻ്റെ കുന്തമുനയാണ് വില്യം സാലിബ. അദ്ദേഹത്തെ കൈവിട്ടാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.